ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഗാസ കത്തുന്നു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനായി ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു. കരസേനയോടൊപ്പം വ്യോമ നാവിക സേനകളും ഈ ആക്രമണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തോളമായി തുടരുന്ന സംഘർഷത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടമാണിത്. ഈ ആക്രമണങ്ങൾ പലസ്തീനിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുന്നു. ഗാസയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകളിൽ ഏകദേശം 3000 ഹമാസ് അംഗങ്ങൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഈ ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് സുരക്ഷിത താവളങ്ങൾ തേടി പലായനം ചെയ്യുന്നത്. കണക്കുകൾ പ്രകാരം 3.5 ലക്ഷത്തിലധികം ആളുകൾ ഗാസ സിറ്റി വിട്ടുകഴിഞ്ഞു. എന്നാൽ 7 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിയണമെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം ഉണ്ടായിരുന്നിട്ടും പലായനം ചെയ്യാനാവാത്ത അവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾ. ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നും ഇപ്പോൾ തന്നെ ദുരിതം അനുഭവിക്കുന്നവർക്കിടയിലേക്ക് പോകുന്നത് ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഇസ്രായേൽ സൈന്യത്തിലെ ചില വിഭാഗം കമാൻഡർമാരുടെ എതിർപ്പുകളെയും യൂറോപ്യൻ യൂണിയന്റെ ഉപരോധ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ സൈനിക നടപടി ആരംഭിച്ചത്. എന്നാൽ ഈ ആക്രമണത്തിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതേസമയം ബ്രിട്ടൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബങ്ങളും ഈ ആക്രമണത്തിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബോംബാക്രമണങ്ങളിൽ മാത്രം 75ലധികം ആളുകൾ മരിച്ചതായി ഗാസ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഗാസയിലെ ആക്രമണങ്ങൾക്ക് പുറമെ ഹൂതികൾക്കെതിരെ യമനിലെ ഹുദൈദ തുറമുഖത്തും ഇസ്രായേൽ ആക്രമണം നടത്തി. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് UN അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. റുവാണ്ടയിൽ 1994 നടന്നതിന് സമാനമായ ഒരു വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ അതിന് വളം വെച്ച് കൊടുക്കുകയാണെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യാന്തര ക്രിമിനൽ കോടതിയിലെ മുൻ ജഡ്ജിമാരും ഇന്ത്യൻ വംശജരുമായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞൻ നവി പിള്ളയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അനിയന്ത്രിതമായ മനുഷ്യക്കുരുതി, വിശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തൽ, നിർബന്ധിതമായി ആളുകളെ ഒഴിപ്പിക്കൽ, വന്ധ്യത ചികിത്സാ കേന്ദ്രങ്ങൾ തകർക്കൽ തുടങ്ങിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UN മനുഷ്യാവകാശ വിഭാഗം തലവൻ വോൾക്കർ ടർക്ക് വ്യക്തമാക്കി. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുടെ ഒഴുക്ക് തടയാൻ അന്താരാഷ്ട്ര സമൂഹവും അംഗരാജ്യങ്ങളും ഉണർന്നു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗാസയിലെ നിലവിലെ സാഹചര്യം ഒരു വലിയ ദുരന്തത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചതോടെ പലായനം ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾ വാഹനങ്ങളിൽ സാധന സാമഗ്രികൾക്കിടയിൽ ഇരുന്ന് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും ഹൃദയഭേദകമാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തിയ ആളുകളെ കൊണ്ട് ഗാസയുടെ തെക്കൻ തീരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ 10,000-കണക്കിന് ആളുകളാണ് ടെന്റുകളിൽ ദുരിത ജീവിതം നയിക്കുന്നത്. ഈ അവസ്ഥയിൽ കൂടുതൽ അഭയാർത്ഥികൾ എത്തുന്നത് ദുരിതത്തിന്റെ ആഴം കൂട്ടുമെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഗാസ സിറ്റിയിലെ ഏകദേശം 5 ലക്ഷത്തോളം കുട്ടികളെ സൗകര്യങ്ങളില്ലാത്ത തെക്കൻ തീരത്തേക്ക് തള്ളിവിടുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് യൂണിസെഫ് ചൂണ്ടിക്കാട്ടി. 2023 ആക്രമണം തുടങ്ങിയ സമയത്ത് ഗാസ സിറ്റിയിലെ ഒട്ടേറെ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിരുന്നു. അന്ന് സുരക്ഷിത താവളങ്ങൾ തേടിപ്പോയവർ ഇടക്കാല വെടിനിർത്തലുകൾ ഉണ്ടായപ്പോൾ മടങ്ങിയെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുകയാണ്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. യൂറോപ്യൻ കമ്മീഷണർമാരുടെ യോഗത്തിൽ ഇതിന് അംഗീകാരം ലഭിച്ചേക്കും. യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ നടത്തുന്ന യൂറോവിഷൻ ഗാനാലാപന മത്സരത്തിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിച്ചാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് സ്പെയിൻ പ്രഖ്യാപിച്ചു. നെതർലാൻഡ്, സ്ലോവേനിയ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ സൈനിക നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.